ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറും 10 മിനിറ്റ് തന്നെ വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കിയേക്കണേന്ന്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയ്ക്കാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് വറുത്ത റവയാണ്. വറുക്കാത്ത റവ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി ഒന്ന് എടുക്കാം. അധികം ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെല്ലാം നമുക്കറിയാം, റവ എന്തോരം പൊടിച്ചാലും അങ്ങനെ ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടത്തുമില്ല. അപ്പോൾ ഞാൻ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് തേങ്ങയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നത് ചൂടുവെള്ളമാണ്. ചൂടുവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചൂടുണ്ട് ആ ഒരു പരുവത്തിന്. അപ്പോൾ അത്രയും ചെറിയ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഒന്ന് കറക്കിയെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ മൊത്തം അടിച്ചെടുക്കാനായിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ മൊത്തം 1.5 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇപ്പം തന്നെ അതിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. ഓൾറെഡി അത് ഫെർമെൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെറിയ ചൂടുവെള്ളവും അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊന്തി കിട്ടും. ഇനി നമുക്ക് അത്രയും പോലും ടൈം ഇല്ലാത്തവരാണെങ്കിൽ അതിനൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ നല്ലപോലെ തണുപ്പൊക്കെ ഉള്ള ടൈമാണെങ്കിൽ നമുക്ക് പൊന്തി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അധികം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചൂടായിട്ട് ആ വെള്ളം നമ്മൾ അടിയിൽ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് പോലും എടുക്കത്തില്ല ഇതൊന്ന് ഫെർമെൻ്റായി കിട്ടാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ നല്ല പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒട്ടും തന്നെ ചൂടാറിയിട്ടില്ല. അതായത് ചെറിയ ഒരു ചൂടിലാണ് ഞാൻ ആ വെള്ളം വെച്ചത്. ആ ഒരു ചൂടിൽ തന്നെ അത് നല്ല പോലെ പൊന്തി കിട്ടി നമുക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ എണ്ണ സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലപോലെ വിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും ചെറുതാകുമ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാനിന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്പം ഞാനിവിടെ ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് അടുക്കള ഒന്ന് വൃത്തിയാക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നാരങ്ങയാണ്. നാരങ്ങ 4 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അതിലൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ കുറച്ച് പേസ്റ്റ് കൂടെ അപ്ലൈ ചെയ്തിട്ട് സിങ്ക് ഒന്ന് വൃത്തിയാക്കുവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല പോലെ ക്ലീനായി കിട്ടും കേട്ടോ. കോൾഗേറ്റിൻ്റെ പേസ്റ്റും അതേപോലെ തന്നെ നാരങ്ങയും കൂടെ കൂടിയിട്ടൊന്ന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ സിങ്ക് ഒന്ന് കഴുകി കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ലപോലെ തിളക്കം വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നാരങ്ങ അതേപോലെ തന്നെ പേസ്റ്റുമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ബാക്കി നാരങ്ങയിലായിട്ട് ഞാൻ 2 ഗ്രാമ്പു അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയിട്ട് നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ഈച്ചകളൊക്കെ ഫ്രൂട്ട്സിലും അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയിലൊക്കെ വന്നിരിക്കൂലേ, അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കുറവുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ആവിയിൽ വേവിച്ചെടുത്ത അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ കുക്കായിട്ടുണ്ട്, നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെന്തോന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു കോലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി വെക്കാം. അപ്പോൾ നമ്മുടെ കോലൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല പോലെ കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഒട്ടി പിടിച്ചിട്ടുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ അച്ചായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി മാവും കൂടെ ഉണ്ടാക്കിയെടുക്കാം സെയിം രീതിയിൽ തന്നെ. അപ്പോൾ നമ്മുടെ കുഞ്ഞി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതിന് കറി എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ അപ്പത്തിന് യൂസ് ചെയ്യുന്ന എന്ത് കറിയും നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിങ്ങനെ ടൈം ഒന്നും എടുക്കത്തില്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ 2 ട്രിപ്പ് ഞാൻ ഉണ്ടാക്കി. ബാക്കിയുള്ള കുറച്ച് മാവ് ഞാനിവിടെ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവിലേക്ക് കുറച്ച് ഞാൻ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് അതും ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും റെഡിയാണ് ഇവിടെ, അതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു റെസിപ്പി തന്നെ നമുക്ക് 2 ടൈപ്പിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 റെസിപ്പീസും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.